സർ, ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഇത്രയൊക്കെ കിടന്ന് മെഴുകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. കാരണം ഇത് നടപ്പാക്കിയേ അവർക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കും എന്ന് വ്യക്തമായിട്ട് എല്ലാവരോടും, മുന്നണി സംവിധാനത്തിലും പൊതുജനത്തിനോടും പറഞ്ഞാൽ മതിയാകും. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടില്ല. ഈ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം എന്ന് പറയാം. ഇതിപ്പോ ലീഗ് ഇടഞ്ഞു. ലീഗ് ഇടഞ്ഞത് മാത്രമല്ല, ലീഗ് ഇനി എങ്ങനെ നിലനിൽക്കുന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. കാരണം ലീഗിന് ലീഗിന്റെ അണികളോട് ഉത്തരം പറയണമല്ലോ. ആ ഒരു പ്രതിസന്ധിയിലേക്ക് സത്യത്തിൽ സർക്കാർ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അല്ല, സർക്കാർ തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ട് ഇതില്. കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷ സർക്കാർ വളരെ വൃത്തികെട്ട രീതിയിൽ ഒപ്പിട്ടൊരു മെമ്മോറണ്ടാണിത്. വൃത്തികെട്ട രീതി അവരുടെ മന്ത്രിസഭ പോലും അറിഞ്ഞില്ല, അവരുടെ ആരും അറിഞ്ഞില്ല. മന്ത്രിസഭയിൽ നുണ പറഞ്ഞിട്ടാണ് ഒപ്പിട്ടത്. തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട് വന്നിട്ടും പറഞ്ഞു ഒപ്പിട്ടിട്ടില്ല എന്ന്. അതും കഴിഞ്ഞ് CPI ഉടക്കി കാശ് കുറെ മേടിച്ചു, SSKയുടെ ഫണ്ട് വാങ്ങിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല. അല്ലല്ല, SSKയുടെ ഫണ്ട് കിട്ടി, PM ശ്രീയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. PM ശ്രീയുടെ ഫണ്ട് PM ശ്രീ ഒപ്പിട്ടാലേ സർവശിക്ഷ ഇതിന്റെ ഫണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അങ്ങനെയാണ് ശിവൻകുട്ടി പോയി ഒപ്പിട്ടത്. സർവശിക്ഷയുടെ ഫണ്ട് കിട്ടി, പക്ഷേ PM ശ്രീയുടെ ഫണ്ട് കൊടുത്തില്ല. കാരണം PM ശ്രീ ഫണ്ട് കൊടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ, PM ശ്രീ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ 1 കോടി രൂപ വെച്ച് ഓരോ സ്കൂളിനും കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ 152 ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ഇത് ഏതാണ്ട് 300, 250, 300 സ്കൂൾ ഉണ്ട്. 300 സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വെച്ച് അവരുടെ റിനോവേഷന് കൊടുക്കും PM ശ്രീ മാച്ച്. അതാണ് ഒന്നാമത്തെ പ്രോജക്റ്റ്. രണ്ടാമത്തെ കാര്യം മറ്റ് ഇതുകള്. അപ്പോൾ ഈ സ്കൂൾ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല. സ്കൂൾ തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് ഒരു ഫണ്ടും കിട്ടൂല. സ്കൂൾ തെരഞ്ഞെടുത്ത് കൊടുത്തില്ലെങ്കിൽ PM ശ്രീയുടെ ഫണ്ട് കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ സർക്കാർ അതിനിടയ്ക്ക് ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞു. ഇതിൽ ഈ രണ്ടുപേരും വാദിക്കുന്നതിൽ ഒരു കഥയില്ല. എന്താ വെച്ചാൽ ഇടതുപക്ഷം ഇപ്പൊ ഈ വലിയ സമരം ചെയ്യാൻ വരുന്നതിൽ ഒരു കഥയില്ല. അവര് MOU ഒപ്പിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ. MOU അവർ ഒപ്പിട്ടില്ലായിരുന്നു ഇപ്പൊ കേരളത്തിൽ ഈ ചർച്ചയില്ലല്ലോ. മാത്രമല്ല, ക്യാപ്റ്റൻ അബയൻസിനെ പറഞ്ഞുള്ളൂ, ക്യാൻസൽ ചെയ്യാൻ അവർ പറഞ്ഞിട്ടില്ല. ക്യാൻസൽ ചെയ്യാൻ അവരും പറഞ്ഞിട്ടില്ല. നവംബറിൽ ഒപ്പിട്ട കരാറ് അവർ പറഞ്ഞു തൽക്കാലം തടഞ്ഞു വെക്കും, ഞങ്ങളുടെ മന്ത്രിസഭ ഉപസമിതി ഉണ്ട്. തീർച്ചയായിട്ടും മന്ത്രിസഭ ഉപസമിതി വരുന്നവർ തടഞ്ഞു വെക്കാനും പറ്റുള്ളൂ. ക്യാൻസൽ ചെയ്യാൻ തന്നെ അവർക്ക് അന്ന് ക്യാൻസൽ ചെയ്യാലോ. ഇപ്പൊ CPI വളരെ ശക്തമായി പറഞ്ഞു, കേരളത്തിൽ ശക്തമായ പൊതുവികാരം ഉണ്ടായി, അവർ ക്യാൻസൽ ചെയ്തില്ല. അപ്പൊ ക്യാൻസൽ ചെയ്യണമെന്ന് അവർക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു LDF ജയിച്ചു വന്നിരുന്നെങ്കിൽ കരാർ നടപ്പാക്കിയാണ്, ഒരു സംശയമില്ല, ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയെന്ന് പറയും. LDF തോറ്റു, അതുകൊണ്ട് ഇപ്പൊ UDFന്റെ ഭാഗത്ത് നീന്തിക്കുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമുണ്ട്. അവരിതിനെ അതിനിശ്ചിതമായി എതിർത്തിട്ടുള്ളതാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കൂടി നിന്ന് ഞങ്ങളൊക്കെ അതിശക്തമായി PM ശ്രീ എതിർത്തിട്ടുള്ളത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പദ്ധതി NEP-യുമായി ബന്ധപ്പെട്ടതാണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിലൊരു തമാശയുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി ഇവിടെ പകുതി നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പൊ 4 വർഷ ഡിഗ്രി കോളേജുകളിലൊക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു കഴിഞ്ഞു. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സ്കൂളിൽ വേണോ എന്നുള്ളതാണ് ചോദ്യം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സ്കൂളിൽ നടപ്പാക്കണോ വേണ്ടയോ എന്ന് വെച്ചാൽ നടപ്പാക്കരുത് എന്നാണ് UDFന്റെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെയാണ് PM ശ്രീ ഇവിടെ വരാൻ പറ്റില്ല എന്ന് UDF എടുത്തത്. PM ശ്രീ അറബിക്കടലിലെറിയും എന്ന് ഷാജി പറഞ്ഞത്, അതൊക്കെ പറഞ്ഞു, ഒരു സംശയവുമില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് തീരുമാനമാണ്, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാണ്. പക്ഷെ ഇപ്പൊ ഷാജി തന്നെ മലക്കം പറയും. അല്ല, അതാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ കുഴപ്പം. ഭരണപക്ഷത്തിരുന്നപ്പോൾ LDF ചെയ്ത കാര്യം പ്രതിപക്ഷത്തു നിന്ന് LDF എതിർത്തു. ഇപ്പൊ പ്രതിപക്ഷത്തിരുന്ന് UDF ചെയ്ത കാര്യം ഭരണപക്ഷത്ത് വരുമ്പോൾ അവരെതിർക്കും. ഇത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ തമാശയെന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോണത്. UDF ഇപ്പൊ ഇത് ചെയ്താൽ അവർ ജനങ്ങൾക്ക് കൊടുത്ത് 102 സീറ്റിന് കൊടുത്ത് ഉറപ്പ് അവർ ലംഘിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയം കാര്യത്തിലില്ല. അതിശക്തമായ LDFന്റെ എതിർപ്പൊന്നുമില്ല, LDFന്റെ എതിർപ്പിന് ഒരു വിലയില്ല. പക്ഷെ പൊതുസമൂഹത്തിന്റെ എതിർപ്പുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്രയും വലിയ വിജയം കിട്ടിയത് UDFന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ പോലും അവരുടെ ഇടതിന്റെ വലതുപക്ഷ നയങ്ങൾ കൊണ്ട് UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ജയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തുള്ള ആളുകൾ UDFന് വോട്ട് ചെയ്യും. കാരണം LDF ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് പോയി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവരൊരു ഉറപ്പ് കൊടുത്തോണ്ട, ഏതാ, ഞങ്ങൾ ഇടതുപക്ഷ നയങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നെഹ്റുവിയൻ ലെഫ്റ്റ് നടപ്പാക്കുമോ? നെഹ്റുവിയൻ ലെഫ്റ്റ് നടപ്പാക്കണമെങ്കിൽ PM ശ്രീയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും ഇവർക്ക് അതായത് പിന്നോട്ട് പോരാം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അതിലൊരു കഥയുണ്ട്. ആ മറുപടിയിൽ ഒരു കുഴപ്പമുണ്ട്. പിന്നോട്ട് പോവാം, തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ലല്ലോ. താല്പര്യമുണ്ടെങ്കിൽ നടപ്പിലാക്കിയാൽ മതി. അതെ, പക്ഷേ വേറെ ഫണ്ട് അതുമായിട്ട് തടഞ്ഞു വെക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവർ പിന്നോട്ട് പോയാൽ ഏതെങ്കിലും ഫണ്ട് തടഞ്ഞു വെക്കുമോ? ഇതുമായിട്ട് ബന്ധപ്പെടാത്ത
ഇപ്പൊ PM ശ്രീയുടെ 250 കോടി രൂപയോടെ നിൽക്കട്ടെ ഈ സ്കൂളുകളുടെ, ബാക്കി ഫണ്ടുകൾ തടഞ്ഞു വെക്കോ? SSK ഫണ്ട്, മറ്റു കുറെ ഫണ്ടുകൾ ഉണ്ടല്ലോ, ആ ഫണ്ട് തടഞ്ഞു വെക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ ഫണ്ട് തടഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് ഇവര് പോയി ഒപ്പിട്ടത്. SSKയുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് LDA പോയി ഒപ്പിട്ടത്. അപ്പൊ ഇനി മറ്റേ ഫണ്ട് ഇപ്പൊ അവർക്ക് കോടതി, ഇപ്പൊ തമിഴ്നാട് അങ്ങനെയല്ലോ പോയി, തമിഴ്നാട് കോടതി പോയി ഫണ്ട് മേടിച്ചല്ലോ. അത് തന്നെ കേരളത്തിന് ചെയ്യായിരുന്നു, കേരളത്തിനും ചെയ്യാമായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷെ ഇനിയിപ്പോ കോടതി പോയാൽ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ ഓൾറെഡി ഒപ്പിട്ട MOU എന്ന് പറയും. കോടതിയിൽ ഒരു നിയമ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കോടതി പോയാൽ നിങ്ങൾ ഓൾറെഡി ഒപ്പിട്ടു, സർക്കാരല്ലല്ലോ അവിടെ പ്രശ്നം, നിങ്ങളൊരു MOU ഉണ്ടല്ലോ. MOU ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് വകുപ്പില്ല. ഞാൻ പറഞ്ഞ നിയമത്തിന്റെ സൂക്ഷ്മ വഴികളിൽ പോയാൽ, കോടതി പോയാൽ ഈ MOU ഒന്നും തിരിച്ചു പോരാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം ഇത് നടപ്പാക്കാതിരിക്കുക. എന്നിട്ട് ഇവർ ഏതെങ്കിലും ഫണ്ട് തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിന് കോടതി പോവാം. കാരണം MOU പറഞ്ഞിട്ടില്ല ഈ ഫണ്ട് തടഞ്ഞു വെക്കുന്നു. MOU പ്രകാരം ഞങ്ങൾ 280 300 താഴെ സ്കൂളുകളിൽ ഞങ്ങൾ നടപ്പാക്കുന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ആ പദ്ധതി പൈസ മേടിക്കും, പക്ഷെ സിലബസ് മാറ്റില്ല എന്നൊരു വാദമാണ് UDF മുമ്പോട്ട് വയ്ക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാണെന്ന് അറിയില്ല. അത് ശരിയാണോ എന്നുള്ളത് അല്ല, സിലബസ് മാറ്റണമെന്നില്ല, സിലബസ് സ്റ്റേറ്റ് സിലബസ്. അല്ല, ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഫണ്ട്, ആ പദ്ധതി നടപ്പിലാക്കാതെ ഫണ്ട് വാങ്ങിയിട്ട് പദ്ധതി നടപ്പിലാക്കുക. അല്ല, പദ്ധതി നടപ്പാക്കാന്ന് പറഞ്ഞാൽ സെൻട്രൽ സിലബസ് വേണമെന്നില്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവര് പറയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് വാദത്തിന് വേണ്ടി. അങ്ങനെ പറയുന്നതാണ് ഞാൻ ഒരു വാർത്ത കിട്ടിയത്. അങ്ങനെ സെൻട്രലിനോട് പറയും, അങ്ങനെ ഫണ്ട് തരാൻ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നൊരു നിലപാടെടുക്കും എന്നൊരു വാർത്തയുണ്ട്. നമുക്കറിയില്ല എന്താ ചെയ്യാൻ പോണെന്ന്. എന്തായാലും ഇവരുടെ ഇപ്പൊ ഇന്നലെ അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി അത് തിരുത്തി, അടൂർ പ്രകാശ് പിന്നെ തിരുത്തി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. നമുക്കറിയില്ല ഉപസമിതിയുടെ റിപ്പോർട്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എന്താന്ന് UDF ചർച്ച ചെയ്യണ്ടേ, UDF സമ്മേളനം ചർച്ച ചെയ്യണ്ടേ, UDFന്റെ മീറ്റിംഗ് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ പൊതുവെ PM ശ്രീ ഉപേക്ഷിക്കണ്ട എന്നൊരു ധാരണയുണ്ട്, കുറെ ആളുകൾക്കൊക്കെ ഉണ്ട്. അത് സംശയമൊന്നുമില്ല. കാശ് കിട്ടിയെന്ന മോശമാണോ? കാശ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് വെറും കാശിന്റെ ഒരു വിഷയമല്ല, ഇത് അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് UDF സർക്കാർ UDF കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താ? കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കില്ല, അതിന്റെ ഭാഗമായി വരുന്ന PM ശ്രീ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നാണ്. ഇനി ഇവര് കേന്ദ്ര വിദ്യാഭ്യാസ നടപ്പാക്കില്ല, ഞങ്ങളുടെ സ്കൂളുകൾക്കുള്ള ഫണ്ട് വേണമെന്നുണ്ട് ഇവര് കോടതിയിൽ പോവേ എഴുതി കൊടുക്കുക ചെയ്തോട്ടെ. അത് കുറച്ചുകൂടെ മാന്യത ഉണ്ടായിരുന്നു, ഈ ചതിയോളം വരുമായിരുന്നു. അല്ല, ചതി തുടക്കം മുതൽ തുടങ്ങിയതാണല്ലോ. ഈ PM ശ്രീയുടെ മൊത്തം ഹിസ്റ്ററി ചതിയാണല്ലോ. ഇത് യഥാർത്ഥത്തിൽ 2022 മുതൽ തുടങ്ങിയ കലാപരിപാടിയാ. 27 അവസാനിക്കും. ഇനി ഇതൊക്കെ പറഞ്ഞാൽ ഈ മാർച്ചിൽ ഇത് അവസാനിക്കുകയും ചെയ്യും. ഇവർ ഒപ്പിട്ടാലും ഈ സ്കൂളിന്റെ ഭരണം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഇവർ സ്കൂൾ സെലക്ട് ചെയ്ത് ഫണ്ട് കൊടുക്കുമ്പോഴേക്കും ദിവസം കഴിയും. നിലപാട് വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ എനിക്കുള്ള ഒരു നിലപാട് വളരെ ഒരു സംശയവും കാര്യത്തിലില്ല. PM ശ്രീ പദ്ധതി ഇവർ നടപ്പാക്കേണ്ട ഒരു കാര്യമില്ല. NEP നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിൽ നിന്ന് പോകാനും പാടില്ല. വളരെ കൃത്യമായും ഇവർ പറയേണ്ടത് ഞങ്ങൾ നടപ്പാക്കില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ തരാന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ടല്ലോ, ഫണ്ട് ഞങ്ങൾക്ക് തരണം. ഇതിനു വേണ്ടിയല്ല. ഞങ്ങളുടെ 300 സ്കൂൾ നന്നാക്കാൻ നിങ്ങൾ ഫണ്ട് ഉണ്ട്. ഇത് അവരുടെ സ്വന്തം ഫണ്ടൊന്നും അല്ലല്ലോ, രാഷ്ട്രീയ ഫണ്ടൊന്നും അല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ ഫണ്ടാ? നമ്മൾ നികുതി അടച്ച GSTയും BSTയും ഒക്കെ അടച്ച ഫണ്ടല്ലേ. നമ്മൾ പെട്രോൾ അടിച്ചപ്പോൾ, നമ്മൾ റേഷനറി വാങ്ങിയപ്പോൾ, നമ്മൾ മറ്റേ ഉപ്പ് വാങ്ങിയപ്പോൾ, മുളക് വാങ്ങിയപ്പോൾ കൊടുത്ത ഫണ്ടല്ലേ, അതല്ലേ GST. ആ GST അല്ലേ കേന്ദ്ര സർക്കാരിന്റെ വരുമാനം. അപ്പൊ അത് അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ റൈറ്റ് വിദ്യാഭ്യാസത്തിന് കേന്ദ്ര സർക്കാർ നീക്കിവെച്ച ഫണ്ടിന്റെ അവകാശം കേരളത്തിനുമുണ്ട്. അതുകൊണ്ട് കേരളം ചെയ്യേണ്ട എന്താ? ഈ പറഞ്ഞ സ്കൂളുകൾക്കുള്ള സാധനം ഞങ്ങൾക്ക് ഫണ്ട് തരണം. നിങ്ങളുടെ സിലബസ് നടപ്പാക്കാന്നൊന്നും അതിലില്ല. NEP നടപ്പാക്കി, NEP ഒന്നും ഇതിലല്ല. ഇതിലെന്ത് NEP? ഞങ്ങൾക്ക് ഞങ്ങളുടെ സിലബസ് ഉണ്ട്, ഞങ്ങളുടെ സിലബസ് ആയിട്ട് മുമ്പോട്ട് പോകും, ആ ഫണ്ടും കൊടുക്കും എന്ന് പറഞ്ഞ് ഇവർ കോടതി പോയാൽ ഇതിനേക്കാൾ മാന്യതയുണ്ട്. കോടതി പോയാൽ മാന്യതയുണ്ട്. കോടതി പോട്ടെ, കോടതി പോയിട്ട് ഇനി കോടതി വേണ്ടാന്ന് പറയട്ടെ, കോടതി അങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ വേറെ ഫണ്ടൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. സ്കൂളിന്റെ 300 കോടി ഒഴിച്ചാൽ, 280 എത്ര കോടി ഒഴിച്ചാൽ ബാക്കി ഫണ്ടൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. അതാണ് ഗവൺമെന്റ് രാഷ്ട്രീയമായി ശരിയായി ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. മാത്രമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിന് മാത്രമൊന്നുമല്ല, കേരളത്തിലെ മതേതര വിശ്വാസികൾ UDF വോട്ട് ചെയ്തിട്ടുള്ള പലർക്കും ആ വിഭാഗങ്ങൾക്കൊക്കെ ഇത് വല്ലാത്ത വിഷമമുണ്ടാക്കും, സംശയമില്ല.
അത് അവർക്ക് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഉം. ഫണ്ട് കിട്ടുന്നതൊന്നും ചെറിയ കാര്യമാണ്, പക്ഷെ രാഷ്ട്രീയമായി ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അതവര് തിരിച്ചറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിന് ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരിച്ചറിയാൻ സാധ്യതയുണ്ടെന്നാണ്. ഏതായാലും സെൻട്രൽ ഗവൺമെന്റ് മറുപടിയിലൊന്നും ഒരു കഥയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ പിന്മാറാം. വേണമെങ്കിൽ പിന്മാറാന്ന് എവിടെയാ ക്ലോസിലുള്ള? സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പിന്മാറാം. എങ്ങനെയാണ് ഈ കേന്ദ്രം സമ്മതിച്ചാൽ? കേന്ദ്രത്തിന് പിന്മാറാൻ പറ്റുള്ളൂ, കരാർ അനുസരിച്ചല്ലേ. ഉം. MOU അനുസരിച്ച് കേന്ദ്രത്തിന് മാത്രമേ പിന്മാറാൻ പറ്റൂ. അത് ഇംഗ്ലീഷിൽ നന്നായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും തീരുമാനിച്ചാൽ രണ്ടുപേർക്ക് പിന്മാറാം. അപ്പൊ ഞങ്ങൾ പിന്മാറാൻ പോവാന്നുള്ളത് കൊടുത്താൽ മതി. കഴിഞ്ഞ സർക്കാർ കൊടുത്തില്ല. അത് കഴിഞ്ഞ സർക്കാർ കൊടുക്കേണ്ടിയിരുന്ന എന്താ? ഞങ്ങൾ പിന്മാറുകയാണ്, നിങ്ങളുടെ സമ്മതം വേണമെന്നാണ്. അത് കൊടുത്തില്ല. ഈ സർക്കാർ അത് കൊടുക്കണം. ഞങ്ങൾ ഈ സാധ്യതയിൽ പിന്മാറുകയാണ്, ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടണം. കാരണം അത് നിങ്ങളുടെ സ്വന്തമല്ല. സ്കൂൾ നന്നാക്കാനുള്ള ഫണ്ട് എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ നിങ്ങളുടെ സിലബസും NEP ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ ആവശ്യമെങ്കിൽ കോടതിയിൽ പോകും.